അപ്പൊ ഗൈസ് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. നമ്മളെ അമ്മയുടെ ഓഫീസിൽ നിന്ന് ചെറിയൊരു കുട്ടി ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ അത് കാരണമാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. എല്ലാത്തിനും മുന്നേ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലേക്ക് കിടക്കാം. ജനഗണ പാടുന്നതായിരിക്കും. നാഷണൽ ആന്തം പാടെല്ലാവരും. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ചേച്ചിക്ക് ഇന്നലെ എന്താ പറ്റിയെന്ന് പറ. മരിക്ക് പറ. ഇന്നലെ ചേച്ചിക്ക് എനിക്കൊക്കെ നല്ല നീരിവീഴ്ചയായിരുന്നു. ചേച്ചിക്ക് ഇന്നലെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. ചേച്ചി അവിടെ ബെഡിൽ തന്നെയായിരുന്നു ഇന്നലെ മൊത്തം. അതെനിക്കും കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്കും കിട്ടി. ഇവളുടെ എനിക്ക് കിട്ടിയത് അല്ലട്ട. ചേച്ചി ഓരോന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എനിക്ക് കിട്ടിയതാണ്. പിന്നെ ഹോസ്പിറ്റൽ ഇങ്ങനെ പനിയൊക്കെ വിൽക്കാൻ വെച്ചേക്കല്ലേ. പിന്നല്ലേ എണ്ണത്തിനൊന്നും പണിയൊന്നും ഇല്ലാത്ത കാരണം 3 എണ്ണം കൂടി ഇരിക്കുന്നുണ്ട്. അതാരാ? മാമയാ. അമ്മ 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 വേണമെങ്കിൽ അത് വേണമെങ്കിലാക്കാം. അമ്മയാക്കാം, മാമയാക്കാം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് എന്താ പ്രത്യേകത? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഹാപ്പി ഇന്ന് അടുക്കളയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ കുറച്ച് നേരങ്ങളാണ് ഈ സമയങ്ങളൊക്കെ. നമുക്ക് അപ്പേനെ വിളിച്ചാ. അപ്പയ്ക്ക് ഇന്ന് സ്വാതന്ത്ര്യം കൊടുക്കണ്ട. മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഫിലോപ്പി കിട്ടിയിട്ടുണ്ട്. പീസുകളാക്കി വെച്ചിട്ടുണ്ട്. കറി വെക്കാനും വറുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിന്റെ മീൻമുട്ട പലിനിയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വറുക്കാനായിട്ട്. ഇനി നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ നോക്കാം. നമുക്ക് ഗ്രീൻ ബീൻസ് കറി ഉണ്ട്, പിന്നെ മീൻ വറുത്തുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും എല്ലാവർക്കും മുടക്കും കാര്യങ്ങളും കിട്ടിയതല്ല. അപ്പം വീട്ടിലിരുന്നാൽ റെഡി ആവത്തില്ലല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി കറങ്ങാനായിട്ട് പുറത്തിറങ്ങാം. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ചെയ്യാൻ എപ്പോഴും ഇങ്ങനെയാട്ടോ. ഇങ്ങനെ കുറേ ഇങ്ങനെ ഉമ്മ തന്നോണ്ടിരിക്കുക ആള്. എന്നിട്ട് ചെയ്തേ ജോച്ചനെ കടിച്ച നീ കാണിച്ചു കൊടുത്തടാ. കടിച്ചത് പട്ടി കടിക്കണോണം കടിച്ചു. കുറുമ്പത്തെയാണ് അയ്യോ. കരയുണ്ട ചോച്ച, കരയുണ്ടടാ ചോച്ച. ഉമ്മ ഉമ്മ ഗുഡ് ഗേൾ. മുക്കാട്ടുകാരെ മാതാവിനെ കപ്പേളയിൽ കൂട്ടി തിരുന്നാൾ നടക്കണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അപ്പയുടെ സ്ഥലം മുക്കാട്ടുകരയാണ്. അത്താണിത്തേക്കാളും കൂടുതൽ പരിചയമൊക്കെ ഉള്ളത് നമുക്ക് മുക്കാട്ടുകരയാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ വീടുണ്ട്, പിന്നെ ഞങ്ങളുടെ മൊത്തം ബന്ധുക്കളൊക്കെ ഇവിടെയാണ്. പിന്നീടാണ് ഞങ്ങൾ അവിടെ നിന്ന് അത്താണിക്ക് മാറിയത്. അതാരാ? അത് കുഞ്ഞു ഈച്ചപ്പ. ഇവിടെ എന്തോ ഉള്ള കേട്ടാലേ. ഹലോ ഗായ്സ്. എന്ത് ലൈക്ക് ഭയങ്കര നാണായി. മിയ മിയ ഒരു ഹായ് പറഞ്ഞ കേട്ടാ. ഇങ്ങനെ വേണം പിള്ളേരായ. ഹലോ ഹലോ. കടിച്ച നിന്റെ എങ്ങനെയുണ്ടായിരുന്നു? പട്ടി കടിച്ചാ? കടിച്ച്. അതെ, ജീവനെ കൊണ്ട് തിരിച്ചെത്തി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ? അതെ, ഫുൾ മഴ. അപ്പൊ നാളെ മുടക്ക്. അതെ.
നമ്മൾ ഇനി പുത്തമ്പള്ളിക്ക് പോവാണ്. നമ്മൾ പാപ്പൻ്റെ അവിടെ നിന്ന് നേരെ വന്നു. ഇനിയിപ്പോൾ പുത്തമ്പള്ളിക്ക് കുർബാനയ്ക്ക് പോയിരിക്കാം. 5:30ക്കാണ് കുർബാന. തുടങ്ങി പകുതി ഉണ്ടാവും. നമുക്ക് അങ്ങനെ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഓണൊക്കെയല്ല വരുന്നത്. അപ്പോൾ ഈസിക്കും സന്നിക്കൊക്കെ എല്ലാവർക്കും കൂടി ഒന്ന് ഓണത്തിന് ഡ്രസ്സ് എടുക്കാനായിട്ട് കറക്റ്റ് കളർ കറക്റ്റ് മെറ്റീരിയൽ കിട്ടാനായിട്ട് കുറേ തപ്പി നടന്ന്. പാവം അവൾക്ക് ഉറക്കം വന്നിട്ട് പെണ്ണുങ്ങളുടെ ഷോപ്പിംഗ് കാരണം. വരുന്ന വഴിയിലൊരു പൊരിഞ്ഞ മഴ കിട്ടിട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറി. വീട്ടിലേക്ക് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കയറി. അവിടെ കുറേ സമയം അങ്ങനെ ചിലവഴിച്ചു. അങ്ങനെ കുറേ പച്ചക്കറികളും കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. സമ്മന്ന് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് രാത്രിക്കുള്ള ദോശയായിട്ടുണ്ട്. ഏഷ്യാമ്മ നിങ്ങൾക്ക് പറ്റില്ലാടി. അത് മാങ്ങിയല്ലാട്ടാ. ഹിസിയുടെ വിചാരം അത് മാങ്ങിയാന്നാ. ഗൈസ് നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിരുന്ന് കഴിക്കാം. ഇസിയാമൂന് ഫുഡ് കൊടുക്കുന്ന പരിപാടികളാണ് ഈ കാണുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് നൈറ്റ്. ബെല്ലൈക്കൺ അമർത്താം. ബൈ. ഗുഡ്